കനത്ത മഴയിൽ പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. പേരാമംഗലത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട 3 വാഹനങ്ങളിൽ ഇടിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് ലോറി കുഴിയിൽ വീണ് ചരിഞ്ഞു. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാന ഇറങ്ങി യുവതിയെ ഓടിച്ചു. അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് പമ്പ് ഓപ്പറേറ്ററെ ഓടിച്ചത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ പെയ്ത അതിശക്ത മഴയിൽ പല റോഡുകളിലും അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അശ്വിനി ആശുപത്രിക്ക് സമീപമുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറി. പുലർച്ചെ മുതൽ തുടങ്ങിയ കോരിച്ചൊരിയുന്ന മഴയിലാണ് നഗരത്തിലെ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. അശ്വിനി ആശുപത്രിക്ക് പിൻവശമുള്ള അക്വാട്ടിക് ലൈനിലുള്ള 10ലേറെ വീടുകളിൽ വെള്ളം കയറി. ഇവരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. വെള്ളക്കെട്ടിൽ അകപ്പെട്ട വീട്ടിൽ നിന്നും വയോധികനെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് വീടിന് പുറത്തെത്തിച്ചത്. ഇതിൻ്റെ ഉള്ളിലൊരു 8-10 വീട്ടുകാരാണ് ഉള്ളത്. നമുക്കിവിടെ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡ് അക്വാറ്റിക്സ് ലൈൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ ഈ ഒരു വലിയ മഴയ്ക്ക് ടൗണിൽ നഗരത്തിൽ നിന്നുള്ള വരുന്ന വെള്ളം മുഴുവനും ഈ വഴി കൂടെയാണ് നമുക്ക് പുറത്തേക്ക് പോവാറ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുള്ളൊരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇവരൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മാറുന്നുണ്ട്. ചിലവരൊന്നും വരാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല. ചിലരൊക്കെ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ. അതേസമയം വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ അധികൃതർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായില്ലെന്ന് ആക്ഷേപമുണ്ട്. ഈ ഭാഗത്തുള്ള വീടുകളിലാണ് കയറിയിട്ടുള്ളത്. രാവിലെ തുടങ്ങിയ മഴയത്ത് ആണ് ഉണ്ടായത്. 1.5 മണിക്കൂർ മഴ പെയ്യുമ്പോഴേക്കും ഇത് കയറി. അങ്ങനെയാണ് ഇവിടെ വന്നത്. 10-16ഓളം വീടുകളുണ്ട്. അവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്കും കയറിയിട്ടുണ്ട്. ആൾക്കാരിപ്പോൾ മാറ്റി. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് മാറാൻ പറഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ മഴത്തണ്ടായെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇനി ഏത് സമയത്ത് മഴ കൂടാൻ വെച്ചാൽ ഭീതിൻ്റെ ആൾക്കാർക്ക്. വെള്ളം പെട്ടെന്നാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞൊന്നുണ്ടെങ്കിലും മഴ കൂടുമ്പോൾ ആൾക്കാർക്ക് പേടിയുണ്ട്. പൂങ്കുന്നം, പെരിങ്ങാവ്, ഇക്കണ്ടവാര്യർ റോഡ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വെള്ളം കയറിയ പ്രദേശങ്ങൾ മേയർ MK വർഗീസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ അധികൃതർ സന്ദർശിച്ചു. അശ്വിനി ആശുപത്രിക്ക് സമീപം രൂപപ്പെട്ട വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയിൽ. ഇത്രയേറെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വരെ വെള്ളം കയറി. ഇപ്പോഴും മുട്ടിനൊപ്പം വെള്ളമാണ്. ഇവിടെയുള്ള ആളുകളെ എല്ലാം മാറ്റിയിരിക്കുകയാണ്. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വയസ്സായവരെ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും വെള്ളത്തിലേക്ക് എത്തി. വീട്ടിലുള്ളവരെല്ലാം മാറ്റി. അമ്മ ഹോസ്പിറ്റലാണ്. മോളെ അങ്ങോട്ട് ലാബിൻ്റെ അവിടേക്ക് മാറ്റി. മോൻ ക്ലാസ്സിൽ പോയിക്കണം. ഞാനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, നേരത്തെയും അശ്വിനി ആശുപത്രിക്ക് സമീപം കനാലിലെ തടസ്സം മൂലം വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന് ഇടവേളയിൽ ആ വെള്ളക്കെട്ട് ഒഴിവായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും ഇങ്ങനെ വെള്ളക്കെട്ട് വരാൻ എന്താവും കാരണം? എല്ലായിടത്തും ബ്ലോക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ടൗണിൽ പെയ്യുന്ന എല്ലാ വെള്ളം ഈ വഴിക്കാണ് വരിക. പെട്ടെന്ന് വെള്ളം കയറി വരുന്നത്. എന്തെങ്കിലും ബ്ലോക്ക് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അകത്തേക്കുള്ള ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ മുട്ടറ്റം വെള്ളം അകത്തും അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണിത്. ഇത് അശ്വിനി ആശുപത്രിക്ക് സമീപം മാത്രമല്ല, തൃശ്ശൂർ നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ കനത്ത വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഈ തൃശ്ശൂർ നഗരത്തിലെ അഴുക്കുചാലുകളിലും മറ്റുമെല്ലാം കലങ്ങി മറിഞ്ഞ വെള്ളം വരുമ്പോൾ പകർച്ചവ്യാധി ഭീഷണി കൂടി ഇവിടെ നേരിടുന്നുണ്ട് എന്ന ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ഒരു ആശങ്ക അവർ തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. വെള്ളം എത്ര വരെ? ഇതിപ്പോൾ ഈ ഒരു അളവിൽ ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു അരയ്ക്കൊപ്പം വെള്ളം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 7 മണിക്ക് പെയ്ത മഴയാണ്. 7 മണിക്ക് പെയ്ത മഴയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഇതേപോലത്തെ അവസ്ഥയാണ്. കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബ്ലോക്കാവും, വീടുകളിലേക്കൊക്കെ വെള്ളം കയറും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കൊല്ലവും പറയുന്നൊരു കാര്യമാണ്. ഇവിടെ കോറായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ തൃശ്ശൂരിൻ്റെ സെൻറ്റർ ഓഫ് സിറ്റിയാണല്ലോ. അപ്പോൾ ഇത്രയും ആയിട്ടൊരു സൊല്യൂഷനും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. അത് എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവാതിരിക്കുന്നതെന്ന് നമ്മൾ പറയേണ്ടവരടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിവേദനം എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. കളക്ടറിൻ്റെ അവിടെ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ആശങ്ക അവർ പങ്കുവയ്ക്കുകയാണ്. കാരണം ഇത് ഒരു തവണ മാത്രമല്ല, തുടർച്ചയായി പലപ്പോഴും കനത്ത മഴ പെയ്യുമ്പോൾ വലിയ വെള്ളക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം കൂടിയാണ് ഇവർ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നത്.
തൃശൂർ മുണ്ടുപാലം റോഡിലെ വെള്ളക്കെട്ടിൽ നിരവധി ചെറുവാഹനങ്ങൾ തകരാറിലായി. മഴക്കാല പൂർവ്വ ശുചീകരണം കാര്യക്ഷമമായി നടപ്പാക്കിയില്ലെന്ന് ആക്ഷേപം. മഴ ഒന്ന് ശക്തമാവുമ്പോഴേക്കും തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടും അതുമൂലമുണ്ടാകുന്ന ദുരിതവും പതിവ് കാഴ്ചയാവുകയാണ്. ഇപ്പോൾ മുണ്ടുപാലം റോഡിലെ ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാൻ സാധിക്കും. ചെറിയ വാഹനങ്ങൾ ധാരാളമായി പോവുകയും ഇതേസമയം അത് തകരാറിലാവുകയും പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥിതിവിശേഷം കൂടിയുണ്ട്. മഴ ഒന്ന് ശക്തമാവുമ്പോഴേക്കും മുണ്ടുപാലം റോഡിലെ ഈ വെള്ളക്കെട്ട് ഇത് തൃശൂർ നഗരത്തിൻ്റെ ഒരു പതിപ്പായി മാറുകയാണ്. സ്വരാജ് റൗണ്ടിൽ ഉൾപ്പെടെ മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാവുകയാണ്. ഇതിനെ തുടർന്ന് ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പാക്കാത്തത് മൂലമാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് എന്നുള്ള പരാതി വ്യാപകമാണ്. ചെറിയ മഴ പെയ്യുമ്പോഴേക്കും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അത് സമീപത്തുള്ള വീടുകളിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി, പ്രത്യേകിച്ച് നഗരത്തിലെ ജലം നിറഞ്ഞ കാനയിലുള്ള വെള്ളമെല്ലാം കൂടി ചേർന്നാണ് ഈ വീടുകളിലേക്കും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് പകർച്ചവ്യാധി ഭീഷണി കൂടി നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളില്ലാതെ മഴക്കാല പൂർവ്വകാല ശുചീകരണം കൃത്യമായി നടത്താത്തത് മൂലമാണ് ഇത്തരം സ്ഥിതി സംജാതമാകുന്നത് എന്നുള്ള പരാതി ഉയർന്നു കഴിഞ്ഞു. ഈ വെള്ളക്കെട്ടിൽ തന്നെ രാവിലെ മുതൽ ആരംഭിച്ച് ഈ വെള്ളക്കെട്ടിൽ തന്നെ ചെറുവാഹനങ്ങൾ ധാരാളം തകരാറിലായി. ബൈക്കുകളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളും, ചില ബൈക്കുകൾ ഈ വലിയ വെള്ളക്കെട്ടിൽ മറിഞ്ഞു വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ടായി. മാത്രമല്ല, ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട സ്ഥലങ്ങളിലെ റോഡുകളിൽ ഉണ്ടാകുന്ന ചെറിയ കുഴികൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ചെറിയ ബൈക്കുകൾ മഴ മൂലം ഇവിടെ കുഴി കാണാൻ സാധിക്കാതെ വരികയും തുടർന്ന് മറിഞ്ഞ് വീഴുകയും ചെയ്യുന്നതുണ്ടായിരുന്നു. നമ്മൾ കൺമുന്നിൽ തന്നെ ഒന്നോ രണ്ടോ ബൈക്കുകൾ മറിഞ്ഞു വീഴുകയും ഒപ്പം തന്നെ അവരുടെ വാഹനങ്ങൾ തകരാറിലാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഈ സ്ഥിതി തുടരുമ്പോൾ തൃശ്ശൂർ നഗരവാസികൾ പ്രതിഷേധം രൂക്ഷമാക്കുകയാണ്. കാരണം മുൻകാലങ്ങളിൽ 2018 പ്രളയകാലത്ത് പോലും ഉയരാത്ത വെള്ളക്കെട്ട് പലപ്പോഴും ഈ സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ള പരാതിയാണ് അവർ ഉയർത്തുന്നത്. ഇതിന് കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളും ചെയ്യണം എന്നുള്ള ഒരു പരാതി കൂടി അവർ ഉന്നയിക്കുകയാണ്. ഈ വെള്ളക്കെട്ട് തുടരെയാകുമ്പോൾ ചെറിയ മഴയിൽ പോലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ആ വെള്ളക്കെട്ട് ഒഴിയാൻ വലിയ കാലതാമസം നേരിടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഇതിനുള്ള ഈ മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾ കൃത്യമായി കോർപ്പറേഷൻ നടപ്പാക്കണം എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത്. ഷിബി പോട്ടോറിനോടൊപ്പം മുകേഷ് ലാൽ. കോർപ്പറേഷൻ മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയതാണ് നഗരത്തിൽ കനത്ത വെള്ളക്കെട്ട് ഉണ്ടാക്കാൻ കാരണമെന്ന് കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. കാനകളും തോടുകളും എല്ലാ വർഷവും വൃത്തിയാക്കാറുണ്ടെങ്കിലും അത് കാര്യക്ഷമമായാണോ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാത്തതിന്റെ തിക്തഫലമാണ് നഗരത്തിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. കാനകൾ കൃത്യമായി മണ്ണെടുത്ത് വൃത്തിയാക്കിയിരുന്നെങ്കിൽ നഗരത്തിലെ വെള്ളക്കെട്ട് ഒരു പരിധിവരെ ഒഴിവാക്കാമെന്നായിരുന്നു ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി. കനത്ത മഴ ഉണ്ടാകുമെന്ന് വ്യക്തമായി കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ടായിട്ടും ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി കൊടുക്കാതിരുന്ന ജില്ലാ ഭരണകൂടം കുറ്റകരമായ കൃത്യവിലോപമാണ് കാണിച്ചതെന്നും കൗൺസിലർ കുറ്റപ്പെടുത്തി. ജില്ലയിൽ രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ മണ്ണുത്തി മുക്കാട്ടുകര റോഡിൽ വെള്ളം കയറി. മുക്കാട്ടുകര പള്ളിക്ക് സമീപമുള്ള PG ഉപകനാലിൽ ചപ്പുചവറുകൾ വന്നടിഞ്ഞതോടെ വെള്ളം റോഡിലൂടെയാണ് കുത്തിയൊഴുകിയത്. തൃശൂർ നഗരത്തിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് നഗരപ്രാന്തങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. മുണ്ടുപാലം ജംഗ്ഷനിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറി. മുണ്ടുപാലം ജംഗ്ഷനിൽ നിന്ന് മിഷൻ ക്വാർട്ടേഴ്സിലേക്കുള്ള റോഡും ശക്തൻ സ്റ്റാൻഡിലേക്കുള്ള റോഡും പരിസരത്തെ ഇടറോഡുകളും വെള്ളത്തിൽ മുങ്ങി. മഴ ശമിച്ചിട്ടും ഈ റോഡുകളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോയിട്ടില്ല. അതേസമയം കനത്ത മഴ പെയ്ത സമയത്ത് പെയ്ത്തുവെള്ളം നിറഞ്ഞൊഴുകിയ സ്വരാജ് റൗണ്ട്, ഇക്കണ്ടവാര്യർ റോഡ്, ശക്തൻ സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വെള്ളം ഒഴിഞ്ഞുപോയി. ശക്തമായ മഴയിൽ പാലപ്പിള്ളിയിൽ വീടുകളിൽ വെള്ളം കയറി. ഭരതശെമ്പങ്കണ്ടം റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. വരന്തരപ്പിള്ളി പഞ്ചായത്ത് അംഗം MB ജലാൽ, അരിപ്പുറം മൈമൂന, വലയംപാറയിൽ നാണി എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം വീടുകൾക്കും ചുറ്റും എത്തുകയായിരുന്നു. റബ്ബർ തോട്ടത്തിൽ കാന തീർത്ത് വെള്ളം ഒഴുക്കിവിടണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തോട്ടം മാനേജ്മെന്റ് അധികൃതർ നടപടിയെടുക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നത് ആക്ഷേപമുണ്ട്. മഴ ശക്തമായി തുടരുന്നതോടെ മലമുകളിൽ നിന്നെത്തുന്ന വെള്ളം കൂടുതലായി വീടുകളിൽ എത്തുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ.
മഴ ശക്തമായതോടെ വരന്തരപ്പിള്ളി റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കല്ലൂർ ഭരതചെമ്പകണ്ടം പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറി. തോടിന്റെ വശങ്ങൾ ഇടിഞ്ഞാണ് പറമ്പുകളിലേക്ക് വെള്ളം കയറിയത്. പ്രദേശത്തെ വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറി വ്യാപകമായി കൃഷി നശിച്ചു. ഭരതം ചെമ്പങ്കണ്ടം റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. മാവിൻചുവട് പുല്ലുത്തി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിടിഞ്ഞ് റോഡിലേക്ക് വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ അയ്യങ്കോട് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വെള്ളിക്കുളങ്ങര പോത്തൻചിറയിൽ അതിതീവ്ര മഴയിൽ വീടുകളിൽ വെള്ളം കയറി. പോത്തൻചിറയിലെ 6ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. പോത്തൻചിറയിലെ പോട്ടക്കാരൻ രാമായി വീടു നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 2 ലോഡ് മണലും മെറ്റലും കുത്തിയൊലിച്ചുപോയി. വീടുകളുടെ തറനിരപ്പ് വരെ വെള്ളം ഉയർന്നെങ്കിലും പിന്നീട് ഇറങ്ങി. പ്രളയകാലത്തും പോലും ഈ ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഉയർന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് മെമ്പർ KR ഔസേഫ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മലയോര മേഖലയായ പുത്തൂരിൽ വിവിധ ഭാഗങ്ങൾ വെള്ളക്കെട്ടിലായി. പുത്തൂർ കോക്കാത്ത് കൈനൂർ റോഡിൽ വെള്ളം കയറി. പുത്തൻകാട് കരിമ്പന ചിറ റോഡ് വെള്ളക്കെട്ടിലായി. ഇതേ തുടർന്ന് 20ഓളം വീടുകളിൽ വെള്ളക്കെട്ട് ഭീതിയിലായി. വെട്ടുകാട് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വെട്ടുകാട് തമ്പുരാട്ടിമൂല റോഡ് വെള്ളത്തിൽ മുങ്ങി. സമീപത്തെ പ്ലാസ്റ്റിക് കമ്പനിക്കുള്ളിലും വെള്ളം ഇരച്ചുകയറി. വെള്ളത്തിന്റെ കനത്ത കുത്തൊഴുക്കിൽ പ്ലാസ്റ്റിക് കമ്പനിയുടെ മതിലിടിഞ്ഞാണ് കമ്പനിക്കുള്ളിൽ വെള്ളം ഇരച്ചുകയറിയത്. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വെട്ടുകാട് തോട് കരകവിഞ്ഞ് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. വലക്കാവ് ഞാറക്കുറ റോഡ്, മൂർക്കനിക്കര കണ്ണാറ റോഡിലും വെള്ളം കയറി. ഒല്ലൂർ ചീരാച്ചി റോഡിലും പുത്തൻപാടത്തും റോഡുകളിലെ കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. ചേലക്കര വാഴക്കോട് റോഡിൽ ആറ്റൂർ കമ്പനിപ്പടി പരിസരത്ത് അതിശക്തമായ മഴവെള്ളപ്പാച്ചിൽ. 3 കടകളിൽ വെള്ളം കയറി. 2 ഹോട്ടലുകളിലും ടൈലറിംഗ് കടയിലുമാണ് വെള്ളം കയറിയത്. വനമേഖലയിൽ നിന്നും വലിയ രീതിയിൽ കുത്തിയൊലിച്ചതിനെ തുടർന്ന് ചേലക്കര പ്ലാഴി സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വാഹന ഗതാഗതം നിയന്ത്രിച്ചത്. റോഡ് നന്നാക്കിയിരുന്നെങ്കിലും ഈ ഭാഗങ്ങളിലും കാനകൾ വൃത്തിയാക്കാതിരുന്നതാണ് ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കടലിൽ ശക്തമായ കാറ്റടിക്കുന്നു. മത്സ്യബന്ധന യാനങ്ങൾ കരയിലേക്ക് മടങ്ങിത്തുടങ്ങി. റെഡ് അലർട്ട് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന തൃശൂർ, എറണാകുളം ജില്ലകളുടെ തീരത്ത് അതിശക്തമായ കടൽക്കാറ്റ് വീശുകയാണ്. മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഇന്നലെയും ഇന്നുമായി കടലിൽ പോയ യാനങ്ങൾ കാറ്റ് ശക്തമായതിനെ തുടർന്ന് തീരത്ത് മടങ്ങിയെത്തി. അഴീക്കോട്, മുനമ്പം, അഴിമുഖം വഴി 100 കണക്കിന് വള്ളങ്ങളാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. സാധാരണ എല്ലാ വർഷവും ഉണ്ടാകുന്നതിനേക്കാൾ ഉപരിയായിട്ട് കാലാവസ്ഥയിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, കാറ്റിൻ്റെ പ്രശ്നം. ഏറ്റവും കൂടുതൽ കാറ്റാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ കടലിലുണ്ടെങ്കിൽ പോലും പോയി പിടിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം നമുക്ക് നിലവിലില്ല. ഒരു ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും മത്സ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത 4-5 ദിവസങ്ങളിൽ നമുക്ക് ഒന്നും ലഭിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ. കാലാവസ്ഥ ഭയങ്കര വ്യത്യാസമാണ് മത്സ്യത്തൊഴിലാളികൾ. അതുകൊണ്ട് തന്നെ നാളെ മുതൽ മിക്കവാറും ഈ കാലാവസ്ഥ തന്നെയാണെന്നുണ്ടെങ്കിൽ വള്ളങ്ങൾ, വഞ്ചികളെല്ലാം തന്നെ കെട്ടിയിടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. 2018 ആഗസ്റ്റ് ആകുമ്പോൾ ഇത്തവണയും എന്നൊരു ഭയാശങ്ക ഞങ്ങളെപ്പോലുള്ള ആളുകളിലൊക്കെ ഉണ്ട്. ഏതായാലും എന്ത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ കടലോര ജാഗ്രത സമിതിയും അഴീക്കോട് കോസ്റ്റ് പോലീസ് സ്റ്റേഷനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പ്രതിസന്ധിയും നേരിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്ങും കാണാത്ത, ഇപ്പോൾ കടലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആളും ആരവുമില്ലാത്ത ഈ സമയത്തൊക്കെ നല്ല മത്സ്യബന്ധനം നടക്കേണ്ട ഒരു സമയമാണ്. കടലിലൊക്കെ എല്ലാ വള്ളങ്ങളും 100 കണക്കിന് വള്ളങ്ങളും ബോട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കേണ്ട സമയത്ത് നമ്മൾ നോക്കത്താ ദൂരത്ത് വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചലനം പോലും കടലില്ലാത്തൊരു സ്ഥിതിയാണ്. ഇത് വളരെ ഭയാശങ്ക വരുത്തുന്ന കാര്യമാണ്. സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ കടലോര ജാഗ്രത സമിതി രക്ഷാപ്രവർത്തനത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും അഴീക്കോട് ഉണ്ടാക്കേണ്ട ഏത് പ്രദേശത്തും എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കിഴക്കൻ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതിനാൽ പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്.
അഴിമുഖത്ത് പുഴ കലങ്ങി മറിഞ്ഞ നിലയിലാണ്. പടിഞ്ഞാറൻ പ്രദേശത്ത് കരയിലേക്കും കാറ്റ് വീശിയടിക്കുന്നുണ്ട്. കാലാവസ്ഥ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും തീരദേശ പോലീസും നിരീക്ഷണം ശക്തമാക്കി. ആവശ്യഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് കടലോര ജാഗ്രതാ സമിതിയും തയ്യാറെടുത്തിട്ടുണ്ട്. പേരാമംഗലത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് 3 വാഹനങ്ങളിൽ ഇടിച്ചു. ജീപ്പിലും കാറിലും ബൈക്കിലുമാണ് ബസ് ഇടിച്ചത്. പരിക്കേറ്റ കാർ യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഭാഗത്തുനിന്ന് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് ഭാരം കയറ്റി വന്ന ലോറി കുഴിയിൽ വീണ് ആക്സിലൊടിഞ്ഞ് ചരിഞ്ഞു. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ പഴയ കോട്ടപ്പുറം ടോളിന് സമീപമാണ് സംഭവം. പെരുമ്പാവൂരിലേക്ക് മരത്തടികൾ കയറ്റി പോകുകയായിരുന്ന ലോറിയാണ് റോഡിൽ ചരിഞ്ഞത്. ലോറി എപ്പോൾ വേണമെങ്കിലും വീഴാമെന്ന നിലയിലാണ്. മുന്നറിയിപ്പ് ബോർഡുകളില്ലാത്തതിനെ തുടർന്ന് ദിശ തെറ്റിയ ലോറി പ്രധാന റോഡ് വിട്ടിറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് നിർമ്മാണ സമയത്ത് പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ലംഘിച്ചാണ് ദേശീയപാത നിർമ്മിക്കുന്നതെന്ന് പരാതി വ്യാപകമാണ്. മുതുവറ കേരള ഗ്രാമീൺ ബാങ്കിന് മുൻവശം നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ തമിഴ്നാട് രജിസ്ട്രേഷൻ കാർ വന്നിടിച്ചു. പരിക്കേറ്റ കാർ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പേരാമംഗലം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാന ഇറങ്ങി യുവതിയെ ഓടിച്ചു. അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് ഭഗവതിക്കുന്നത്ത് ജലനിധിയുടെ പമ്പ് ഓപ്പറേറ്ററായ സുമിയെ ഓടിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപകമായി കൃഷിനാശവും വരുത്തി. മതിലും ഗേറ്റും തകർത്തു. 3 വർഷമായി കാട്ടാന ശല്യം തുടർന്നിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. വെള്ളം വിടാൻ നേരത്താണ് ആന ഇവിടുന്ന് ചാടിയിട്ട് അതിനങ്ങോട്ട് വന്നത്. അപ്പോൾ അതിന് വൈഫ് അവിടെ വേഗം വീട്ടിൽ ഓടിക്കേറി അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ആ തിരുവരെ പോണ കണ്ടു. പിന്നെ അവിടെ നിന്നാണ് മുകളിൽ കയറി ആ പറമ്പക്കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയത്. ഞങ്ങൾ എല്ലാവരും കൂടി ഇതിന് ചെല്ലുമ്പോഴത്തേനും ഇവിടെ ഈ മാരാത്ത പള്ളി എന്ന് പറയും, അതിനെ ഇറങ്ങിപ്പോയി ചവിട്ടുപാടുകൾ കണ്ടു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ മറ്റേ പാടത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അവിടെ വീടുകളൊക്കെ വാഴ എന്തൊക്കെ നാശാക്കിയിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറേ വിവരങ്ങൾ കിട്ടി. സ്കൂളിൽ പോകാൻ പേടിയാണ്. ആന വരുമ്പോൾ ഇവിടെ ഫുള്ളും കാടാ. ബാക്കിൽ എന്റെ വീട്ടിന്റെ ബാക്കിലൊക്കെ ആന ഇതായിട്ടുണ്ട്. അങ്ങനെ കാൽപ്പാട്, പിന്നെ കാൽപ്പാട് വാഴ മറിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ മതിലിന്റെ അതേനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കാടൊക്കെ അതിന്റെ അകത്ത് കൂടെ ഇളക്കി മറിച്ച് പോയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളവിടെ പാടുണ്ട്, പാടത്തേക്ക് പോയിട്ടുണ്ട് ആന. പിന്നെ ഞങ്ങള് കണ്ടിട്ടില്ല. അപ്പൊ ആന പറഞ്ഞപ്പോ ഞാനിന്ന് വെറുതെ ഫോണൊന്ന് നോക്കിയപ്പോ ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഓടിയിട്ടാ വരുന്നു. ഞാൻ കുറച്ച് അകലം ഉണ്ടായിരുന്നു, എത്ര അകലം ഉണ്ടല്ലോ. അവിടെ നിന്ന് വേഗം ഓടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കയറി. അപ്പുറത്തെ വീട്ടിൽ കയറിയിരുന്നു, ഒളിച്ചിരുന്നു ആന വരണ്ടിക്ക്. അപ്പൊ ആന അവിടെ നിന്നു. അപ്പൊ നായ കുറച്ചപ്പോ ആന അവിടെ നിന്നു. ഞാൻ കയറി തന്നെ നിന്നു. അപ്പൊ എനിക്ക് പേടിയായി. അപ്പൊ ആന ഞാൻ പോകണമെങ്കിൽ കൈകാലും വച്ചിട്ടായി. അപ്പൊ ആന പോകണം നോക്കി നിന്ന് ഇതുവരെ നോക്കി നിന്നപ്പോഴാണ് ഞാൻ പിന്നെ എല്ലാരും വിളിച്ചത്. ആന വരാനുള്ള ഭയങ്കര ചാൻസ് ഉണ്ടായി. നിറയെ സൈഡിലൊക്കെ വീട് കണ്ടില്ലേ, ആ വീടുകളിലൊക്കെ ബുദ്ധിമുട്ടാണ്. രാത്രി വന്നിട്ടുള്ള ശബ്ദം, രാത്രിയല്ല പുലർച്ചയ്ക്കുന്നു എന്നാണ്. അപ്പോൾ എവിടേക്ക് പോയെന്ന് കണ്ടിട്ടില്ല. ശരിക്കും ഇതിനെ പോയിണ്ടാവും. പോയിട്ട് നേരെ കാട്ടിൽ കയറിയെന്നാ പറയണം. നാശനഷ്ടങ്ങളൊക്കെ നമ്മൾ ഫോറസ്റ്റിൻ്റെ മാനൂർ കായംപൂവം റേഞ്ചിലുള്ള ജയപ്രസാദ് എന്ന് പറഞ്ഞ സാറിൻ്റെ ഫോറസ്റ്റ് സ്റ്റേഷനിലെ സാർമാരുടെ നേതൃത്വത്തിൽ അവർ വന്നതിൻ്റെ ജനങ്ങൾക്ക് വേണ്ട ഇതിൻ്റെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നാശനഷ്ടങ്ങൾക്ക് വേണ്ടി എഴുതി കൊടുക്കുള്ള പ്രവൃത്തി പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടാണ് ഇപ്പോൾ കയറിപ്പോയിട്ടുള്ളത്. ഇന്ന് പുലർച്ചയ്ക്കാണ് ഇവിടെ വന്നത്. ഇതിനെ വന്നിറങ്ങിയത് ഇതൊക്കെ നശിപ്പിച്ച് ഇങ്ങനെ നേരെ കയറിപ്പോയി. പകല് പുലർച്ചെ ഇരിക്കാൻ പോണവരും ഇതിനൊക്കെ ഇറങ്ങണ്ട. അപ്പോൾ അവൻ്റെ ഭാര്യനെ ഇറങ്ങി അവിടുന്ന് വരികയായിരുന്നു. അപ്പോഴാണ് ആന അങ്ങോട്ട് കയറി പോണ്. അവളങ്ങനെ ഓടി അപ്പുറത്ത് വീട്ടിൽ കയറി അവിടുന്ന് വിളിച്ച് വെള്ളം ആൾക്കാരൊക്കെ വന്നു. അപ്പോഴേക്കും ഇത് മുകളിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അതിനെ പോയടത്തൂടെ ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. വാഴയും അതും ഇതൊക്കെ അങ്ങനെ ചവിട്ടി ഇതാക്കി നശിപ്പിച്ചിട്ട് പോയിക്കുന്നത്. കനത്ത മഴയെ അവഗണിച്ച് തൃശൂർ നഗരത്തിൽ ടാറിംഗ്. കോർപ്പറേഷന്റെ കീഴിലുള്ള മാരാർ റോഡിലാണ് കനത്ത മഴയെയും അവഗണിച്ച് കരാറുകാരൻ ടാർ ഉപയോഗിച്ച് ഓട്ടയടയ്ക്കാൻ ശ്രമിച്ചത്. മഴയിൽ ടാറിംഗ് നടത്തുന്നതിനെതിരെ കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്ത് പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് കരാറുകാരൻ ടാറിംഗ് നിർത്തിവെച്ചു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട മേയർ കരാറുകാരനെ വിളിച്ച് ടാറിംഗ് നടത്തുന്നത് നിർത്തിവെപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഈ മഴയത്താണ് ടാറിങ് അല്ലേ? ചെയ്യില്ല എന്ന് താൻ പറയണേ. ഇതെവിടെ ടാറിങ് എന്നിട്ടാ? മഴയത്ത് ടാറിങ് നടത്താം തൃശ്ശൂർ കോർപ്പറേഷൻ. മഴയത്ത് നിർത്തി പോളൂ. ഇടവേള.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഇരിങ്ങാലക്കുടയിൽ ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. എടക്കുളം സ്വദേശി വില്ലമംഗലത്ത് ബാബുവിന്റെ മകൻ 23 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. 3 പീടിക ഇരിങ്ങാലക്കുട റൂട്ടിൽ KSC ലിമിറ്റഡ് കമ്പനിക്ക് സമീപമാണ് അപകടമുണ്ടായത്. രാഹുൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡിൽ തെന്നി നിയന്ത്രണം വിട്ട് കാറിലിടിച്ചു മറിയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ രാഹുലിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാനത്ത് സ്കൂൾ ഓണപരീക്ഷ ഈ മാസം 18 മുതൽ 29 വരെ നടത്താൻ തീരുമാനം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന വിദ്യാഭ്യാസ ഗുണമേന്മ സമിതി യോഗത്തിലാണ് തീരുമാനമായത്. ഹയർ സെക്കൻഡറിയിലെ പരീക്ഷയാണ് 18 മുതൽ 29 വരെ നടക്കുക. LP വിഭാഗത്തിൽ 20-ന് തുടങ്ങും. പരീക്ഷകൾ പൂർത്തിയാക്കിയ എല്ലാ സ്കൂളിലും 29-ന് ഓണാഘോഷം സംഘടിപ്പിക്കും. ശാരീരിക ക്ഷമതയും ചിട്ടയാർന്ന ജീവിതചര്യയും കൊണ്ട് പ്രായത്തെ പിന്നിലാക്കുകയാണ് ചാഴൂർ സ്വദേശിയായ ഈ കരാട്ടെ മാസ്റ്റർ. 6000-ലേറെ ശിഷ്യരുള്ള ഈ 73-കാരന്റെ കരാട്ടെ ജീവിതം ഇപ്പോഴും ഊർജ്ജസ്വലമാണ്. ട്രഡീഷണൽ ഇന്റർനാഷണൽ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷന്റെ ഇന്ത്യൻ പ്രതിനിധിയും മുഖ്യ പരിശീലകനുമാണ് 8th ഡാൻ ബ്ലാക്ക് ബെൽറ്റായ ചാഴൂർ സ്വദേശി ഷിഹാൻ ഉസ്മാൻ. കരാട്ടയിൽ അരനൂറ്റാണ്ട് പിന്നിട്ട ഷിഹാൻ ഉസ്മാന് കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലുമായി 6000-ഓളം ശിഷ്യരുണ്ട്. ഇവരിൽ 4000-ഓളം പേർ ബ്ലാക്ക് ബെൽറ്റുകളാണ്. പതിനെട്ടാം വയസ്സിൽ തുടങ്ങിയ പരിശീലനത്തിലൂടെ ടെസ്റ്റുകൾ പിന്നിട്ട് ബ്ലാക്ക് ബെൽറ്റ് നേടുമ്പോഴേക്കും ഇദ്ദേഹം കരാട്ടെ പരിശീലകനായി മാറിക്കഴിഞ്ഞിരുന്നു. കരാട്ടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഡിഫെൻസാണ്. അത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇന്ന് കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, പീഡനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളെ മയക്കുമരുന്നിനുമൊക്കെ അടിമയാക്കുന്ന ഒരു സമ്പ്രദായം, വളരെ രഹസ്യമായി നടക്കുന്നൊരു സമ്പ്രദായം നിലവിലുണ്ട്. അത് നിഷേധിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കരാട്ടെ പഠനത്തിൽ കൂടെ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് അവർ പഠിക്കുന്നത് ഡിസിപ്ലിനാണ്, അച്ചടക്കം. സമൂഹത്തിൽ നിന്ന് പലതരത്തിൽ സ്വാധീനം കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ആ സ്വാധീന ശക്തികളെ എങ്ങനെ നേരിടണം, ഏത് വിധത്തിൽ നേരിടണം എന്നൊക്കെ കരാട്ടയിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ഇന്ന് കരാട്ടയിൽ ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികൾ വരുന്നു എന്ന് പറയുന്നതിന് പ്രധാന കാരണം തന്നെ അവരുടെ ഒരു നല്ല സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് അവർ. അതുപോലെ ശാരീരികമായ ക്ഷമത, ഒരുപാട് നല്ല സ്കില്ല് ഉണ്ടാവാൻ കരാട്ടെ സഹായിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കരാട്ടെ ലൈഫിലെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത്. കൂലിപ്പണി, ബസ് ടിക്കറ്റ് ചെക്കർ, നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി ജീവനക്കാരൻ, പോലീസ് തുടങ്ങി വിവിധ കർമ്മരംഗങ്ങളിൽ മുഴുകിയപ്പോഴും കരാട്ടെ ഒപ്പമുണ്ടായിരുന്നു. ചാഴൂരിലെ സ്വന്തം പരിശീലന കേന്ദ്രത്തിൽ കുട്ടികൾക്ക് നേരിട്ട് പരിശീലനം നൽകിയും വിവിധയിടങ്ങളിൽ ശിഷ്യർ നടത്തുന്ന പരിശീലനങ്ങളിൽ മേൽനോട്ടം വഹിച്ചും ഇപ്പോഴും കരാട്ടയിൽ സജീവമാണ് ഈ മാസ്റ്റർ. ജീവിതസഖി ലത്തീഫ ബീവിയും വിവാഹിതരായ മക്കളും നൽകുന്ന പിന്തുണയും കരാട്ടയോടുള്ള ആത്മബന്ധവും സ്നേഹസമ്പന്നരായ ശിഷ്യഗണവുമാണ് പ്രായത്തെ പിന്നിലാക്കിയ ഊർജ്ജസ്വലതയുടെ കാരണമെന്നതിന് സാക്ഷ്യമാവുകയാണ് ഈ മാസ്റ്ററുടെ കർമ്മകാണ്ഡം. അരനൂറ്റാണ്ടിലേറെയായി കരാട്ടയിൽ സജീവമാണ് ഷിഹാൻ ഉസ്മാൻ. ഈ കാലഘട്ടത്തിനിടയിൽ ഈ 73-കാരന് സ്വന്തമായത് ആയിരക്കണക്കിന് ശിഷ്യരാണ്. ചാഴൂരിൽ നിന്നും ക്യാമറാമാൻ പ്രവീൺ പ്രകാശിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. നിരവധി കേസിലെ പ്രതി ശ്രീനാരായണപുരം പള്ളിനട സ്വദേശി ഊളക്കൽ വീട്ടിൽ സിദ്ദിഖിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI പ്രവർത്തകർ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് മുന്നിൽ സമരം നടത്തി. ബാങ്കിലെ ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുക, ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടുക, നിക്ഷേപങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി
ഉദയ് പ്രകാശ് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് PJ ജോബി, P മണി തുടങ്ങിയവർ സംസാരിച്ചു. റിസർവ് ബാങ്കിന്റെ ഈ നടത്താൻ കഴിയാത്ത വണ്ണം ഉത്തരവാണ് റിസർവ് അർത്ഥത്തിൽ അടുത്ത കുന്നംകുളത്ത് 16 വയസ്സുകാരനായ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിദ്യാർത്ഥിയെ കണ്ടെത്തി. സംഭവത്തിൽ കൊല്ലം സ്വദേശി ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോർക്കുളം മേഖലയിൽ താമസിക്കുന്ന വിദ്യാർത്ഥിയെയാണ് പ്രതി തട്ടിക്കൊണ്ടുപോയത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട വിദ്യാർത്ഥിയെ പ്രലോഭിച്ച് കഴിഞ്ഞ 2-ാം തീയതിയാണ് തട്ടിക്കൊണ്ടുപോയത്. കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്ന് കേസെടുത്ത കുന്നംകുളം പോലീസ് കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് പ്രതിയെക്കുറിച്ച് വിവരമറിയുന്നത്. തുടർന്ന് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 61ാമത് ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് കുന്നംകുളം ഗവൺമെന്റ് ഹൈസ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓഗസ്റ്റ് 6 മുതൽ 9 വരെയാണ് മത്സരങ്ങൾ. ജൂനിയർ സീനിയർ മീറ്റുകളാണ് ചാമ്പ്യൻഷിപ്പിൽ നടക്കുന്നത്. 1500 കായിക താരങ്ങൾ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പങ്കെടുക്കും. പ്രൊഫസർ മീന രഘുനാഥ്, KS ഹരിദയാൽ, പ്രൊഫസർ നാരായണൻ നമ്പൂതിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ വാർഷികാഘോഷവും പൊതുസമ്മേളനവും വ്യാഴാഴ്ച ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ വാർത്താസമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് NA ഷിഹാബ്, സെക്രട്ടറി PJ വിജയൻ, സംസ്ഥാന കൌൺസിൽ അംഗം AS ആഷിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിക്ക് വൈദ്യുതാഘാതമേറ്റ് പരിക്കേറ്റ സംഭവത്തിൽ BJP വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി അനീഷ് കുമാർ, മുതിർന്ന നേതാക്കളായ PR മോഹനൻ, മോഹനൻ കാടാമ്പുഴ, ഉണ്ണികൃഷ്ണൻ, മണികണ്ഠൻ വരവൂർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം 9ാം വാർഡിലെ തനുശ്രീ അംഗനവാടിയിൽ കുടിവെള്ളമില്ലാതായിട്ട് 4 മാസത്തോളമായി. 12ഓളം കുട്ടികളാണ് അംഗനവാടിയിലുള്ളത്. ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി മുഖേനയാണ് അംഗൻവാടിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. എന്നാൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് അംഗൻവാടിയിലേക്കുള്ള വെള്ളം കിട്ടാതായി. വർഷങ്ങൾക്ക് മുൻപ് കാന പണിതപ്പോൾ കുടിവെള്ള വിതരണ പൈപ്പ് കാനയ്ക്കടിയിൽ പോയതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു. അംഗൻവാടിക്ക് സമീപം പൊതു ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പല ദിവസങ്ങളിലും വെള്ളമില്ല. ഇതോടെ ആഴ്ചയിൽ 400 രൂപ കൊടുത്ത് വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയാണെന്ന് അംഗൻവാടി വർക്കർ സിന്ധു പറഞ്ഞു. 4 മാസത്തോളമായി അംഗൻവാടിക്ക് വണ്ടിക്ക് വെള്ളം അടിക്കല് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസത്തിൽ 4-5 തവണ നമുക്ക് വെള്ളം അടിക്കേണ്ടി വരുന്നുണ്ട്. ഒരു വെള്ളം വണ്ടി വരുമ്പോൾ 400 രൂപ എടുത്ത് കൊടുത്തിട്ടാണ് അവരടിച്ചു തരുന്നത്. അത് ഒരുപാട് പൈസ നമ്മൾ ടീച്ചർമാരുടെ കയ്യിൽ നിന്നായാലും ഇത് ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒരു സൗകര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. പിന്നെ തന്നെ അന്ന് മുതൽ വാട്ടർ അതോറിറ്റി ഈ ഒരു ബില്ലും ഞങ്ങൾക്ക് വരുന്നുണ്ട്. വെള്ളം ഇവിടെ ഇല്ലെങ്കിലും ബില്ല് വരുന്നുണ്ട്. അംഗൻവാടിയിലേക്കും തൊട്ടടുത്ത നഗറിലേക്കുമുള്ള കുടിവെള്ള വിതരണ പൈപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഇതിനുള്ള ഫണ്ട് പഞ്ചായത്ത് നൽകണമെന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം. ഇതിനായി 4 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വാട്ടർ അതോറിറ്റി പഞ്ചായത്തിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും തുകയുടെ ആവശ്യമില്ലെന്നും പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ 1.5 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വാർഡ് മെമ്പർ VB ഷെഫീഖ് എന്നിവർ പറഞ്ഞു. TCV കയ്പമംഗലം. പുന്നമ്പറമ്പ മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ കുടുംബ കൂട്ടായ്മ വാർഷിക ജനറൽ ബോഡി യോഗം ഹാർമണി ഹാളിൽ നടന്നു. വികാരി ഫാദർ ജോജോ എടത്തുരുത്തി അധ്യക്ഷത വഹിച്ചു. മദർ സിസ്റ്റർ സെലസ്റ്റി, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റ് തോമസ് പുത്തൂർ, സെക്രട്ടറി PP ഡേവിസ്, ട്രഷറർ ചാൾസ് ആലപ്പാട്ട്, കൈകാര്യന്മാർ ഡേവിസ് വല്ലൂരാൻ, വിൻസെന്റ് തോമസ്, VP സാൻജോ, ജീനോ വടക്കുടൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ഭാഗമായുള്ള നടീൽ ഉത്സവം എളവള്ളിയിൽ നടന്നു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ലതി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. PA ഷൈൻ, TN ലെനിൻ, ശ്രീകുമാർ വാഗ, ആഷിഖ് വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
പാവറട്ടി OK നഗർ റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം സിൽജി ജോജു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജോൺസൺ, തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപ്തി വിജയൻ, VK ജോസഫ്, ജെയിൻ ഫ്രാൻസിസ്, ആനി സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. യുണൈറ്റഡ് നാഷൻസിന്റെ റീജിയോൺ റിസർച്ച് ഫെലോഷിപ്പിന് എരുമപ്പെട്ടി സ്വദേശിനി ദേവാംഗന സുജയ് അർഹയായി. ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരിയായിരിക്കുകയാണ് ദേവാംഗന. എരുമപ്പെട്ടിയിലെ പ്രശസ്ത ഡോക്ടറായിരുന്ന സിദ്ധാർത്ഥന്റെ മകൻ ഡോക്ടർ സുജയുടെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ റിനിയുടെയും മകളാണ് ദേവാംഗന. UN-ന്റെ വിവിധ പദ്ധതികളിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സൈബർ ക്രൈം വിഭാഗത്തിലേക്കാണ് റീജിയണൽ അക്കാദമി ഓൺ യുണൈറ്റഡ് നാഷണൽസ് ദേവാംഗനെ തിരഞ്ഞെടുത്തത്. എല്ലാ വർഷവും 25 മുതൽ 40 വരെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാറുമുണ്ട്. മറ്റു രാജ്യങ്ങളിലുള്ള കുട്ടികളെ സാധാരണ അക്കാദമി സെലക്ട് ചെയ്യാറില്ല. ഇന്ത്യയിൽ നിന്നും ഇതിനു മുൻപ് 2 പേർക്ക് മാത്രമാണ് പ്രൊജക്ടിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ളത്. 2023 ദേവാംഗന ഫെലോഷിപ്പിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് കിട്ടിയില്ല. തുടർന്ന് 2024 വീണ്ടും ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ച ദേവാംഗനെ തള്ളിക്കളയാൻ അക്കാദമിക്ക് കഴിഞ്ഞില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അക്കാദമിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതെന്നും ദേവാംഗന പറയുന്നു. അപ്പോൾ ഇക്കൊല്ലം എന്റെ ഇൻട്രസ്റ്റും ഇക്കൊല്ലത്തെ അവരുടെ തീമും തമ്മിൽ മാച്ചായി. അങ്ങനെയാണ് ഇക്കൊല്ലം എനിക്ക് കിട്ടിയത്. എന്റെ ഇൻട്രസ്റ്റ് ഏരിയ സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈം, ഡിജിറ്റൽ ഫോറൻസിക്സ്, ഡേറ്റ പ്രൈവസി. അതിൻ്റെ അകത്ത് തന്നെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായി. ഞാൻ കാണിച്ചത് എൻ്റെ മോട്ടിവേഷൻ ലെറ്ററിൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ ആണ്. അതിൻ്റെ മേലെ ഞാൻ പണിയെടുത്തതിന് മുന്നേ അപ്പോൾ അത് എൻ്റെ മോട്ടിവേഷൻ ലെറ്ററിൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായി. എൻ്റെ ഇന്റർവ്യൂവിലും അതിനെപ്പറ്റി നന്നായി ചോദിച്ചിരുന്നു. അപ്പോൾ UN-ന്റെ ഈ ഒരു സ്പെഷ്യൽ പാർട്ട് ആസ് എ റിസർച്ച് ഫെലോ ആണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ചൈൽഡ് സെക്ഷൽ അബ്യൂസ്, സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈം വിഭാഗത്തിലേക്കാണ് റിസർച്ച് നടത്തുന്നത്. സ്പെയിനിലെ ബാഴ്സിലോണയിൽ ഒക്ടോബറിൽ ഫെലോഷിപ്പ് ആരംഭിക്കും. അതിനോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം, അതിനോടുള്ള താല്പര്യം അത്ര കണ്ടുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് റിജക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഫെയിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ട്രൈ ചെയ്യുക, ട്രൈ അഗെയിൻ until we have a success. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അവസാന വർഷ MTech വിദ്യാർത്ഥിനിയാണ് ദേവാംഗന. സിംഗപ്പൂരിലുള്ള ഇന്റർപോളിന്റെ ഓഫീസിലും അമേരിക്കയിലെ ടെനസിയിലുമുള്ള വിമൺ ഇൻ സൈബർ സെക്യൂരിറ്റിയിലും പ്രബന്ധം അവതരിപ്പിക്കുവാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. വിമൻ എന്റർപ്രണേഴ്സ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന വെൻ തൃശൂർ കാർണിവൽ ഈ മാസം 8 പുഴയ്ക്കൽ ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ രാത്രി 10 വരെ നടക്കുന്ന കാർണിവൽ കല്യാൺ സിൽക്ക് CMD TS പട്ടാഭിരാമൻ, TT ദേവസി ജ്വല്ലറി MD അനിൽ ജോസ്, സീമ അനിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും 100-ലേറെ സ്റ്റാളുകൾ, രുചികരമായ ഭക്ഷണ സ്റ്റാളുകൾ, ഫേസ് പെയിന്റിംഗ്, മൈലാഞ്ചി, കുട്ടികൾക്ക് ആർട്ട് കോർണർ, ഗെയിമുകൾ തുടങ്ങി ആകർഷകമായ സൗകര്യങ്ങളും കാർണിവലിൽ ഒരുക്കിയിട്ടുണ്ട്. കാർണിവലിൽ പ്രവേശനം സൗജന്യമായിരിക്കും. ഇതിന്റെ ഭാഗമായി തൃശൂരിൽ ആദ്യമായി നടത്തുന്ന സൈലന്റ് DJ പാർട്ടിയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ വെൻ സ്ഥാപക പ്രസിഡന്റ് മഞ്ജു തോമസ്, കിറ്റി സനൽ, സജിന ഫിറോസ്, സുൽത്താന ഫാത്തിമ, ഹർജിന്ദ കോർ എന്നിവർ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ പരസ്യവിചാരണ ചെയ്ത ഭരണകൂട സംഘപരിവാർ ഭീകരർക്കെതിരെ മറ്റത്തൂർ സെക്യുലർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മുൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മു കുൽസു അസീസ് പ്രതിഷേധ ജ്വാല തെളിയിച്ചു. TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജോയ് കൈത്താരത്ത് അധ്യക്ഷത വഹിച്ചു. ലിൻഡോ പള്ളിപ്പറമ്പിൽ, TD ജയപാലൻ, MP വിജയൻ, TD സഹജൻ, ജോയ് വാസുപുരത്തുകാരൻ, സുധീർ വെള്ളിക്കുളങ്ങര എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച LDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് പ്രകടനവും പൊതുയോഗവും നടന്നു. മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു.
ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് LDF നാട്ടിക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ സദസ്സ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. CPM ചെയർപ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, LDF മണ്ഡലം കൺവീനർ KM ജയദേവൻ, NCP മണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റേക്കാട്, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഓസ്റ്റിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 80 രൂപയും ഗ്രാമിന് 10 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഗ്രാമിന് 9,370 രൂപയും പവന് 74,960 രൂപയുമാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണത്തിന്റെ ഇന്നത്തെ വില വർധനവ്. ഈ മാസം 1,760 രൂപയാണ് പവന് വർദ്ധിച്ചത്. 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും GSTയും അടക്കം പവന് 80,000 രൂപ നൽകേണ്ടി വരും. ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിലെ ശുചിമുറി മാലിന്യം കാനയിലേക്ക് ഒഴുക്കിയെന്നാരോപിച്ച BJP പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. BJP ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം നോർത്ത് ജില്ലാ സെക്രട്ടറി രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, നഗരസഭാ കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ TV വാസുദേവൻ, സുജയൻ മാമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഇത് ഗുരുവായൂരിനെ പൂർണ്ണമായിട്ടും വരും തലമുറയ്ക്ക് പോലും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ വനം വകുപ്പ് നടപ്പാക്കുന്ന വിത്തുണ്ട നിക്ഷേപിക്കൽ പദ്ധതി ഷോളയാറിൽ നടന്നു. ഷോളയാർ സ്റ്റേഷൻ പരിധിയിലെ വിത്തുണ്ട എറിയൽ ചടങ്ങ് അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് ഉദ്ഘാടനം ചെയ്തു. RFO ആൽബി ആന്റണി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജെനീഷ് P. ജോസ്, NGO ഹരിപ്രസാദ്, ഡിവിഷൻ കോർഡിനേറ്റർ KR രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ കുറ്റിപ്പുറം പാതയിൽ ഹൈവേ പോലീസ് നടത്തിയ റൂട്ട് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി എടപ്പാളിൽ നടത്തിയ ട്രാഫിക് പരിശോധനയും ബോധവൽക്കരണവും ശ്രദ്ധേയമായി. മഴക്കാലത്ത് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ എന്നിവ പ്രവർത്തിക്കുന്നതും ലൈസൻസ്, ഇൻഷുറൻസ്, പുക ടെസ്റ്റ്, ലൈസൻസ്, ഹെൽമറ്റ് എന്നിവ ശരിയായ രീതിയിൽ കൈവശമുള്ളവർക്ക് പോലീസ് മിഠായികൾ നൽകി. അമിതവേഗ ഇരുചക്ര വാഹനത്തിൽ കൂടുതൽ പേരുമായി പാതയിലൂടെ പോകുന്ന യാത്രക്കാർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി. ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട്, SI റഷീദ് പാറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വികസന സമിതി രൂപീകരിച്ചു. വികസന സമിതി ചെയർമാനായി VK സുബ്രഹ്മണ്യൻ, MM അഹമ്മദുണ്ണി, കൺവീനർ രക്ഷാധികാരികളായി CV ബാലചന്ദ്രൻ, TP കുഞ്ഞുണ്ണി, TM കുഞ്ഞുകുട്ടൻ, PR കുഞ്ഞുണ്ണി, ഡോക്ടർ MB മുഹമ്മദ്, ഉമ്മർ മൗലവി, ബാബു നാസർ, KC കുഞ്ഞൻ, ബാലൻ മാസ്റ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പെരിങ്ങോട്ടുകര AR റോഡ് ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് AR റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. താനിയം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽപ്പെട്ട ഈ റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. സ്കൂൾ വിദ്യാർത്ഥികൾ കൂടുതൽ പേരും സൈക്കിളിൽ യാത്ര ചെയ്യുന്ന റോഡാണിത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കും വരെ സമരം തുടരുമെന്ന് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാമചന്ദ്രൻ ഞാറ്റുവെട്ടി പറഞ്ഞു. മണിലാൽ തണ്ടാശ്ശേരി, ലിസി ഡേവിസ്, വിമൽ തണ്ടാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ അരിമ്പൂർ പഞ്ചായത്ത് കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി AS ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. ഓമന അശോകൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, വാർഡംഗം K രാഗേഷ്, അന്തിക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AV ശ്രീവത്സൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിനെതിരെ LDF മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കണ്ടശാങ്കടവിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ അധ്യക്ഷനായി. CPI മണ്ഡലം സെക്രട്ടറി R മനോജ്, സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, RJD ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അജി ഫ്രാൻസിസ്, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നഗരത്തെ കനത്ത വെള്ളക്കെട്ടിലാക്കി മഴ. തൃശൂർ അക്വാട്ടിക് ലൈനിലെ 10ഓളം വീടുകളിൽ വെള്ളം കയറി. നിരവധി വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. ഇക്കണ്ടവാരൂർ റോഡും മുണ്ടുപാലം റോഡും കനത്ത വെള്ളക്കെട്ടിലായി. ജില്ലയിലെ മലയോര മേഖലയെ വിറപ്പിച്ച് കനത്ത മഴ. പാലിപ്പിള്ളിയിലെയും വെള്ളിക്കുളങ്ങരയിലെയും നിരവധി വീടുകളിൽ വെള്ളം കയറി. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചു. പുത്തൂരിൽ പ്ലാസ്റ്റിക് കമ്പനിയിൽ വെള്ളം ഇരച്ചു കയറി ലക്ഷങ്ങളുടെ നഷ്ടം. ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിൽ. ആറ്റൂർ കമ്പനിപ്പടി പരിസരത്താണ് അതിശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായത്. ചേലക്കര പ്ലാഴി സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ശക്തമായി വീശിയടിച്ച് കടൽക്കാറ്റ്. മത്സ്യബന്ധന യാനങ്ങൾ കരയിലേക്ക് മടങ്ങി തുടങ്ങി. കനത്ത മഴയിൽ പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. പേരാമംഗലത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് 3 വാഹനങ്ങൾ ഇടിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് ലോറി കുഴിയിൽ വീണ് ചരിഞ്ഞു. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാനയിറങ്ങി യുവതിയെ ഓടിച്ചു. അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാനയാണ് പമ്പ് ഓപ്പറേറ്ററെ ഓടിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.